ഗുഡ് മോർണിംഗ്. അങ്ങനെ സ്റ്റീവും ഗ്രേസൊക്കെ സ്കൂളിലേക്ക് പോയി. സ്റ്റീവിനെ പറഞ്ഞയച്ച് വന്നു. പിന്നെ എന്റെ യുദ്ധം ആരംഭിക്കുകയാണ്. സ്റ്റീവിനെ കൊണ്ടാക്കിയിട്ട് വന്നു. ഞാൻ എന്തിനാ പറഞ്ഞയച്ചിട്ട് വന്നു. മൊത്തം ഗ്രാമർ മിസ്റ്റേക്ക് അല്ല, തലയ്ക്ക് എന്താ പ്രശ്നമുണ്ട് കുറച്ച് ദിവസമായിട്ട്. ശരിയാണ് പറഞ്ഞത്, പണ്ടേ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ഇന്നതേ അവനെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. ഇപ്പൊ തന്നെ അവിടെ മീൻകാരൻ ചേട്ടൻ്റെ മീൻ മേടിച്ചുകൂട്ടാ. എനിക്ക് വരുന്നത് മുഷി ബ്ലാക്ക് കളറില്ല. നമ്മള് പണ്ട് ഇങ്ങനെ കുളത്തിൽ കിണറില് പണ്ട് ആൾക്കാർ ഇട്ടിട്ട് പണ്ട് നമ്മള് മഴയൊക്കെ പെയ്യുമ്പോ വരുന്നത് മുഷി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ. ഇത് ആഫ്രിക്കൻ മുഷി ആയിക്കോളൂ. അറിയില്ല, എന്തായാലും ചേട്ടൻ ക്ലീൻ ചെയ്ത് കണ്ടപ്പോ പിന്നെ മേടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കൂടി. അറിയില്ലാട്ടോ മുഴി എന്നാ പറഞ്ഞത്. അങ്ങനെ വഴിയുള്ളൂ. കുറച്ച് എന്താ കൊഴുവയും കിട്ടിയിട്ടുണ്ട്. കൊഴുവ വറക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മറ്റേ പീര ഇഷ്ടമല്ലേ, പീര കെട്ടിക്കണ ഞാൻ അങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമല്ല. നമ്മളത് തന്നെ വറക്കുക മാത്രം, അല്ലെങ്കിൽ കറി എന്തെങ്കിലും വെക്കണം. എന്തായാലും അങ്ങനെ ചെയ്യണം. അപ്പൊ ചേച്ചി കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. റോണിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ട് ചേച്ചി എത്താട്ടോ. പിന്നെന്താ ഉള്ളിലേ ദിവസം ഇന്നലെ ഇങ്ങോട്ട് ചോറെടുത്തപ്പോ ചോറ് വീണായിരുന്നു. അപ്പൊ ഇനി ഞാൻ പണികളുണ്ട് തുടങ്ങട്ടെ. അമ്മ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് എണീറ്റിരുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കൂടി ഉണ്ട് ഇഞ്ചക്ഷൻ. ഇന്നലത്തെക്കാളും ഇന്ന് ബെറ്റർ ആയിട്ടുണ്ട്. പണ്ടത്തെ അത്രയും എനർജി ഇല്ല, എന്നാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ചെയ്യാൻ. അല്ലെങ്കിൽ അമ്മ അങ്ങനെ പ്രതികരിക്കാറില്ലായിരുന്നു. ഇപ്പൊ ഇന്ന് പ്രതികരിച്ച് തുടങ്ങി. അപ്പൊ ഇനി ചേച്ചി ഇപ്പൊ എത്തും. അതിന് മുമ്പ് ഫസ്റ്റ് ഇത് ചെയ്യണ്ടേ, വെള്ളം ഉണ്ടാക്കല്ലേ ചേച്ചിക്ക്? ചായ ചേച്ചിക്ക് ഇഷ്ടമില്ല. നാരങ്ങ ഉണ്ടാക്കും, ഉപ്പിട്ട വെള്ളം ഉണ്ടാക്കാം. ഉപ്പിട്ടതും ഒരു മധുരം. എന്തിനാ മധുരം എനിക്ക് ഉപ്പിട്ട ചേച്ചി. ഓക്കെ, അപ്പൊ ചേച്ചി എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കാതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അങ്ങനത്തെ എന്റെ ഡ്യൂട്ടികളുണ്ടല്ലോ, എന്റെ ഡ്യൂട്ടികളൊക്കെ തുടങ്ങാൻ പോവാണ്. ചേട്ടൻ ഉപ്പ് തന്നെ പോരെ? ഏയ് എനിക്ക് തോന്നുന്നു ചേട്ടൻ മധുരം വേണ്ടാന്ന്. മധുരം കഴിക്കലൊക്കെ വീണ്ടും കൂടി വന്നോണ്ടിരിക്കുക. അമ്മയ്ക്ക് വേണാവോ? മധുരല്ല, ഉപ്പ്. ഉപ്പിട്ട് നാരങ്ങ വെള്ളമാണ് മൊത്തത്തിൽ ചെയ്യണേട്ടാ. വേണം ചേട്ടാ, പഞ്ചസാര കഴിക്കണ്ട. ഇപ്പേ മധുരം കഴിക്കല് ഇച്ചിരി കൂടുതലായി വീണ്ടും തുടങ്ങിയിട്ട് നമ്മള് സനയുടെ കറക്റ്റ് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് വണ്ണൊക്കെ കുറഞ്ഞു. പക്ഷെ ചേച്ചിയുള്ള സമയത്തായിരുന്നു നമ്മള് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ചേട്ടൻ എന്നിട്ട് പറയാം ഈ സാധനം എന്തിനാ കഴിക്കണേ? എന്തിനാ ഈ സാധനം കഴിക്കണേ? എന്തിനൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാനോ? വേണ്ട വേണ്ട, ഞാനത് മൊത്തത്തിൽ കൊടുത്തേക്കാൻ വേണ്ടി ഈ സാധനം വേണ്ട ചേട്ടാ. വേണ്ട, പഞ്ചസാര കഴിക്കണ്ട. ഇഷ്ടം പോലെ മധുരം കഴിക്കുന്നുണ്ട്. ഇന്ന് ചേട്ടൻ ഉപ്പ് കഴിച്ചിങ്ങനെ എനർജറ്റിക് ആവും ഇടയ്ക്കൊക്കെ. നല്ല സാധനം, നല്ല സാധനം. വെള്ളപ്പൂവ് അവര് വെച്ച് തന്നെ എനിക്കറിയില്ല. ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് വേറെ മേടിച്ചെന്നൊക്കെ ചേച്ചിനെ കൊണ്ടാക്കാൻ പോകുമ്പോ അന്നമ്മയുടെ ചെറിയൊരു ഏപ്പറിന് അങ്ങോട്ട് അടിച്ചോ. പക്ഷെ ഇത് നല്ല രസമില്ലേ? ഈ സൈഡിലൊരു വെള്ള ഒരു സ്റ്റൈലാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ കളർ മാറി തുടങ്ങി. മഞ്ഞപ്പൊടിയും ഇതൊക്കെ മഞ്ഞപ്പൊടി ഇങ്ങനെ തേച്ചാലൊക്കെ ആവുള്ളൂ. എനിക്ക് പോണം. ചേച്ചി വരുമ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കും ഇവിടെ എന്നാണ് എന്റെ ആഗ്രഹം. ആയിക്കോട്ടെ. അപ്പൊ ചേച്ചി അങ്ങനെ എത്തിയിട്ടാ. അപ്പം അങ്ങനെ അടുക്കളയിലത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ചേച്ചി എത്തിയപ്പോൾ തന്നെ അമ്മയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ ഇട്ട് കുറച്ച് നേരം അമ്മയുടെ അടുത്തേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞു. ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും ചേച്ചി നന്നാക്കി തരാമെന്ന് പറഞ്ഞു. കൊഴുവ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേച്ചി കട്ട് ചെയ്യണ സ്റ്റൈൽ അതാണ് കേട്ടോ, കട്ടിങ് ബോർഡും വെച്ച്. ഞാൻ പിന്നെ കത്രിക കൊണ്ടാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ മീൻ ക്ലീൻ ചെയ്തൊക്കെ തന്നെ മസാലയൊക്കെ ഞാൻ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടി. ഇത് നമ്മൾ മീൻ കറി വയ്ക്കാൻ വേണ്ടി ഞാൻ സവോളയും ഇഞ്ചിയും
പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് ഞാൻ കുറച്ച് പുളി വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പുളി പിടിക്കാൻ വേണ്ടി പുളി ഞാൻ സെപ്പറേറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം യൂസ് ചെയ്തിട്ട് വറ്റിക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ മീൻ വറ്റിക്കുന്നതാണ് നല്ലതെന്നാണ് മീൻകാരൻ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം വറ്റിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരം ആകുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് രീതിയിൽ വെള്ളം ഒക്കെ ഒന്ന് വറ്റി ചാറ് സെറ്റ് ആയിക്കോളാം. ഇപ്പോൾ ഓക്കെയാണ്, എന്നാലും ഒന്നും കൂടി അത് തിളച്ച് റെഡി ആവുമല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ചതച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഇനി വേഗം മീൻ ഒന്ന് വറക്കാനുള്ള പരിപാടികൾ ചെയ്യാം. ഉള്ളി ചതയ്ക്കണൊക്കെ മുമ്പ് മീൻ വറക്കാനിടാം. അപ്പോൾ രാവിലെ ഗ്രേസിനും സ്റ്റീവനും ക്ലാസ്സിലേക്ക് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ചോറിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഇനി മീനൊന്ന് വറുത്ത് റെഡിയാക്കട്ടെ. പിന്നെ കുറേ പേര് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ഓർക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് താങ്ക് യു കേട്ടോ. അമ്മയ്ക്ക് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. കാരണം ഒരാഴ്ചയോളത്തോളം മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര നോർമലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അമ്മ ഫുഡൊക്കെ കഴിക്കാണ്ടായപ്പോൾ പിന്നെ ക്ഷീണം കൂടെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അമ്മ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ എഴുന്നേറ്റ് ഇരുന്നു. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ അമ്മ രാവിലെ തന്നെ ഛർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ അത് കാരണം അതിനുശേഷം അമ്മയ്ക്ക് ചെറിയ ക്ഷീണം വന്നു കേട്ടോ. ആ ഒരു എനർജി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി. എന്നാലും മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് താങ്ക് യു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലും സന്തോഷം. കമൻറ്റിൽ കൂടെ നിങ്ങളുടെ സ്നേഹമൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ കറിയിലേക്ക് ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും ചതച്ചിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ വെച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ മീൻ ഫ്രൈ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം നമ്മുടെ പ്രീതിയിൽ തന്നെ ചോപ്പറിലിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പം നല്ല ഫൈനായിട്ട് നല്ല രീതിയിൽ ചോപ്പായി ഇത് കിട്ടും. പിന്നെ നമുക്ക് കട്ട് ചെയ്തുള്ളൊരു ടൈം പോവുകയും ഇല്ല. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇതിലേക്ക് ഞാൻ വേറെ എന്താ പറയുക വേറെ സാധനങ്ങളൊന്നും ഇടുന്നില്ല. കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി അത്രയും ഇട്ടിട്ടുണ്ട് മസാലയിട്ട്. പിന്നെ തേങ്ങയും കൂടി ഇട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. അത് വേഗം ബീട്രൂട്ടൊക്കെ വേഗം കുക്കാവുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് പരിപാടികൾ നമുക്ക് തീരുകയും ചെയ്യും. അപ്പോൾ ഇനി വേഗം ഫുഡ് കഴിക്കേണ്ട സമയവുമായിട്ടുണ്ട്. അപ്പം ഇനി വേഗം ഫുഡ് കഴിക്കാൻ എടുക്കട്ടെ. അമ്മയ്ക്കാണെങ്കിലും മുമ്പൊന്നും ഒട്ടും കഴിച്ചായിരുന്നില്ലേ, കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും കഴിക്കാണ്ടിരുന്നിട്ട് ഇപ്പോൾ ആയിപ്പിന്നെ അമ്മയ്ക്ക് വായയ്ക്ക് ഒരു ചെറിയ ടേസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇന്ന് അമ്മ എണീറ്റിരുന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം രാവിലെയൊക്കെ അങ്ങനെ എഴുന്നേറ്റിരുന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകിയൊക്കെ വെച്ച് ഞാൻ ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ 3 നേരം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോകണം. അമ്മയ്ക്ക് ഞാൻ ഫുഡൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് TV ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മേനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കണ്ടോളും. ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം തോന്നി. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.